ഫയൽമാൻ തോട്ടുകടയിലേക്ക് സ്വാഗതം. ആകെ മനുഷ്യന്റെ കേസിലേക്ക് പറക്കാൻ പറ്റുന്നേ. ഞാൻ ഫയൽമാൻ. അപ്പൊ അതോ അതെന്റെ അസിസ്റ്റന്റ്. എന്താ ആ മാലൂരി വിടുക? അങ്ങാട് കൊണ്ടു അസിസ്റ്റന്റ്. ഇതെന്താണ് ഇട്ടാലോ എടുത്താലോ? എടാ അതാടാ ഫയൽമാന്മാരുടെ ഒരു രീതി. നീ അങ്ങോട്ട് ഇട്. പടക്കം അതൊക്കെ പൊട്ടിച്ച് തീർന്നു. ആരാ? ഞാൻ ദമയന്തി. ഫയൽമാൻ ചേട്ടന്റെ പേരെന്താ? ഒളിമ്പ്യൻ ഭൂതം അപ്പച്ച്. ഒളിമ്പൻ ഭൂതം അല്പച്ചനാ. ചിന്താണ്ടിയുടെ നമുക്ക് പേര് കേട്ടാൽ അറിയാൻ പാടില്ല. ഓൻ കലക്കും. ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുണ്ടോ? നീ ആരാ? ഞാൻ കണാരൻ, ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയാ. ആന്ത് സാധനോടാ? ശരിക്കും പറഞ്ഞ ചെത്തുകാരനാ. പിന്നെ കണാരട്ടൻ ഇംഗ്ലീഷിൽ പറഞ്ഞതായിരിക്കും. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവൂന്ന് വിചാരിച്ചതാ. അയ്യോ ഭയമാനെ, മരണത്തിന്റെ മറികടയിൽ ഇന്നലെ ഇങ്ങോട്ട് നീന്തി വന്ന മനുഷ്യനാ ഇവൻ. എന്നാ അങ്ങോട്ട് പോട്ടെ. മരണവും മറുപടിയൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്ക് വിശക്കുന്നു. ഒരു കാര്യം ചെയ്യാം, ഇതിന് നിന്റെ വീട്ടിൽ എടുക്കാം. എന്റെ വീട്ടിലേക്കാ? അത് കൊള്ളാം. അയ്യോ, ഇതാണോ മോനെ നിന്റെ കടം വീട്ടാമെന്ന തല്ലുകാരൻ? തല്ലുകാരനല്ല, ഭയൽവാൻ. ഭയൽവാൻ. അമ്മ ഈ പയൽമാൻ എന്ന് പറഞ്ഞ ഗുസ്തിക്കാരൻ. ആണോ മോനിരിക്കി? ആ ഇരുത്താൻ വരട്ടെ. ആദ്യം ഈ അപ്പച്ചുള്ള ഫുഡ് വരട്ടെ. അമ്മ ഫുഡ് എന്ന് പറഞ്ഞ ഭക്ഷണം. ഭക്ഷണം എന്താ മെനുക്കാർഡ് വേണോ? അയ്യോ കാശൊന്നും വേണ്ട. എന്റെ ഗുസ്തിക്കാരൻ ഇച്ചിരി പഴങ്കഞ്ഞി കൊടുത്തു വെച്ച് കാശ് വാങ്ങുന്നത് ശരിയാണോ? പഴങ്കഞ്ഞ എന്റെ പട്ടി കുടിക്കും. എടുക്കട്ടെ അസിസ്റ്റന്റ്. ഞാൻ പോവാണ്. പഴങ്കഞ്ഞി കുടിക്കാം. വേണ്ട, നമുക്ക് ഹോട്ടലിൽ നല്ല ഫുഡ് കഴിക്കാം. എനിക്ക് ഹോമിലി ഫുഡാ ഇഷ്ടം. പക്ഷെ വേണ്ട, നല്ല ഫുഡ് ഞാൻ ഹോട്ടലിൽ നിന്ന് വാങ്ങിത്തരാം. വേണ്ട, എനിക്ക് ഈ പഴങ്കഞ്ഞി മതി. ഇത് പഴയ പഴങ്കഞ്ഞിയാ. പഴങ്കഞ്ഞിന് പുതിയതുണ്ടാവോ? ഈ പഴങ്കഞ്ഞി ഗുസ്തിക്ക് നല്ലതാണ്. ഗുസ്തിക്ക് മാത്രമല്ല അസ്ഥിക്കും നല്ലതാണ്. അത് ഗുസ്തിക്ക് അസ്ഥിക്ക് നല്ല, ഞാൻ ഹോട്ടലിൽ നിന്ന് വാങ്ങിത്തരാം. വേണ്ട, എനിക്ക് പഴങ്കഞ്ഞി മതി. എനിക്ക് മതി. ഈ പഴങ്കഞ്ഞി മതി. ഓന്റെ കൂടെ പോയി നല്ല കോഴി ബിരിയാണി കഴിക്കാം.